ഹലോ ഫ്രണ്ട്സ്, മലകോടൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട്, ഏകദേശം 5-6 മാസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചാനലൊന്ന് ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു. ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഞാൻ അന്ന് ഒരുപാട് റീകവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചു, പക്ഷെ അന്നൊന്നും അത് കിട്ടിയില്ല. പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ ഈ അടുത്തായിട്ടാണ് അത് നമുക്ക് റീകവറായിട്ട് കിട്ടിയത്. അപ്പോൾ ഇനിയും നമ്മളെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഒരു ഷോപ്പിംഗ് ആപ്പിൻ്റെ ലോഗിൻ സ്ക്രീനും അതേപോലെ സൈനപ്പ് സ്ക്രീനും അതിനെക്കുറിച്ചുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ UI അതേപോലെ അതിന് യൂസ് ചെയ്യുന്ന ബ്ലോക്കുകളൊക്കെ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ഷോപ്പിംഗ് ആപ്പിൻ്റെ ഒരു ഹോം പേജ് നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സിമ്പിൾ ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു UI ആയതുകൊണ്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം ഇതൊരു ഡ്രോപ്പ് ആൻഡ് ഡ്രാഗ് ബിൽഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ എന്ത് ചെയ്യാം, നമുക്കിതിൽ ഡിസൈൻ ചെയ്യാം. നമ്മളെ ഒരു മെയിൻ്റെനൻസരിച്ചുള്ള കസ്റ്റമായിട്ട് എന്തും ചെയ്യാം. അപ്പോൾ ഞാനൊരു പഠിക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു UI ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നൊരു ഹോം പേജ്. അപ്പോൾ ഇതിൻ്റെ ഒരു എമുലേറ്ററിൽ കാണിച്ചിട്ടുള്ള ഇതാണ് ഞാനൊരു ആൻഡ്രോയിഡ് എമുലേറ്റർ യൂസ് ചെയ്തിട്ട് ഞാൻ ഡിസ്പ്ലേ ചെയ്തതാണ്. അപ്പോൾ ഏകദേശം ഇതായിരിക്കും. ഇവിടെ ഒരു നാവിഗേഷൻ ബാർ ഉണ്ട്, നമ്മളെ ആപ്പിൻ്റെ പേര്, പിന്നെ 2 ഐക്കണൊക്കെ കൊടുത്തിട്ടുള്ള, പിന്നെ ഇവിടെ ഒരു ബാനർ കൊടുത്തിട്ടുണ്ട് കാർഡ് വ്യൂൻ്റെ പോലുള്ള, പിന്നെ 2 കാർഡ്സുകൾ. ഇതെന്താണ്, ഒരു കാറ്റഗറീൻ്റെ പേരാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഒരു ഡിസൈൻ കാറ്റഗറി, ഇവിടെ ഒരുപാട് കാറ്റഗറി കാണും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്കൊന്ന് ഡിസൈൻ ചെയ്യാം എന്നുള്ളത് നമുക്ക് വീഡിയോസിൽ നോക്കാം. ഓക്കെ, ഞാനിതൊരു ഓൾറെഡി ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ വേറൊരു സ്ക്രീൻ 3 എന്ത് ചെയ്യണം, അത് നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ആദ്യമായിട്ട് ഒരു വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ് ഡ്രാഗ് ചെയ്യാം. വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്യുകയാണ് നമ്മൾ. അപ്പോൾ ഹോം എന്നുള്ളൊരു വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ്, ഞാൻ അതിൻ്റെ പേരൊന്ന് മാറ്റുകയാണ്, ഹോം എന്ന് മാറ്റുകയാണ്. ഓക്കെ, ഹോം എന്നുള്ളൊരു വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ്, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഉള്ളിലെ എല്ലാ കമ്പോണൻസും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം തന്നെ ഇവിടെ എന്താ നമുക്ക് ഡ്രാഗ് ചെയ്യേണ്ടത്, ഒരു നാവിഗേഷൻ അല്ല, ഒരു ടൈറ്റിൽ ബാറാണ് നമുക്ക് ഏറ്റവും മുകളിലായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടൈറ്റിൽ ബാറിൽ ഐക്കണ്, അതേപോലെ ആപ്പിൻ്റെ നെയിം, പിന്നെ വേറെ ഐക്കണും കൂടി ഉണ്ട് ഷെയർ ചെയ്യാനുള്ള. അപ്പോൾ അതങ്ങനെ ഒരു ഒറിസോണ്ടലായിട്ട് വരുന്നതുകൊണ്ട്, ഒരു റോ മോഡൽ വരുന്നതുകൊണ്ട് നമുക്ക് ഏത് അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്യേണ്ടി വരും, ഒറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് ഫിൽ പാരൻ്റ് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ ഹൈറ്റ് ഒരു 7% കൊടുക്കുകയാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ത് മാറ്റണം, നമുക്ക് ബ്ലൂ ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി എന്താണ്, നമുക്ക് ഇതിലൊരു ഐക്കണോ കൊടുക്കണം, ഒരു സൈഡ് മെനുവിൻ്റെ ഐക്കൺ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബട്ടൺ കൊടുക്കുകയാണ് ഇവിടെ. ഓക്കെ, ഒരു ബട്ടൺ ഡ്രാഗ് ചെയ്തിടാണ്. ഓക്കെ, ഇത് എന്ത് ചെയ്യണം, വെർട്ടിക്കലിൽ സെൻറ്ററിൽ കൊടുക്കാം. അപ്പോൾ ഇത് സെൻറ്ററായിട്ട് കിട്ടും. പിന്നെ ഈ ബട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നണ്ണ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ കാണില്ല. പിന്നെ നമുക്ക് എന്താണ് വേണ്ടത്, ഒരു സൈഡ് മെനുവിൻ്റെ ഒരു ഐക്കണാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഐക്കൺ ഞാൻ ലോഗിൻ സൈനപ്പ് പേജിലൊക്കെ പറഞ്ഞിരുന്നു. ഒരു ഐക്കൺ, ഒരു ലാബിൽ അല്ലെങ്കിൽ ബട്ടണൊക്കെ നമുക്ക് എന്തായിട്ട് എടുക്കാം, ഒരു ഐക്കണായിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സൈറ്റാണ് ഗൂഗിളിൻ്റെ തന്നെ fonts.google എന്ന് പറഞ്ഞ ഒരു സൈറ്റാണ്. അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ഒരുപാട് ഐക്കൺസ് കാണാൻ പറ്റും. ഓരോ ഐക്കൺസിനും ഓരോ പേര് കാണാം. സെൻഡ് ആണെങ്കിൽ ഇതിൻ്റെ ഐക്കണായിരിക്കും വരിക. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു സൈഡ് മെനുവിൻ്റെ ഐക്കണാണ് വേണ്ടത്. ഒരു മെനു അടിക്കാം. ഓക്കെ, മെനു എന്നുള്ളൊരു ഐക്കൺ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ലിസ്റ്റ് എന്നുള്ള കൊടുക്കാം. അപ്പോൾ മെനു എന്നുള്ള എന്ത് ചെയ്യുക, ഈ
ഈ ടെക്സ്റ്റ് നേരെ അവിടെ കൊടുക്കുക, ഇവിടുത്തെ ടെക്സ്റ്റിൽ പോയിട്ട് ടൈപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം എന്തുകൂടി ആക്കണം, ഈ ഫോണ്ട് ടൈപ്പ് ഫേസ് മെറ്റീരിയൽ ഐക്കണിലേക്ക് മാറ്റണം, എന്നാലേ ഇത് റെഡി ആവുള്ളൂ. അല്ലാതെ ടെക്സ്റ്റ് മാത്രം മാറ്റിയോണ്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഐക്കൺ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫോൺ സൈസ് ഒരു 24 കൊടുക്കാം, കുറച്ച് വലുതായി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഒരു ഐക്കണായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്പേസ് ആഡ് ചെയ്യാം, ഒരു സ്പേസ് ഇവിടുത്തെ. പിന്നെ അടുത്ത് എന്താണ് വേണ്ടത്, ആപ്പിൻ്റെ പേരാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ലേബൽ ഡ്രാഗ് ചെയ്തിടണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേരൊരു ഷോപ്പിൽ നിന്ന് കൊടുക്കാം. ഓക്കെ, ഷോപ്പിൽ നിന്ന് ഞാൻ കൊടുക്കുകയാണ്. ഒരു ഫോണ്ട് ബോൾഡ് കൊടുക്കുക. പിന്നെ ടെക്സ്റ്റ് കളർ ഒരു എന്താ പറയുക, ഒരു വൈറ്റ് കൊടുക്കണമായിരിക്കും ഏറ്റവും നന്നാവും. കാരണം ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് കൊടുക്കണമായിരിക്കും കുറച്ചും കൂടി ഇത്. പിന്നെ നമുക്ക് ഫോണ്ട് സൈസ് ഒന്ന് മാറ്റാം, ഒരു 18 കൊടുക്കുക. ഓക്കെ, 18 കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫോണ്ട് മാറ്റണം. നമുക്കൊരു ഇത് സാധാ ഒരു ഫോണ്ട്, ഡിഫോൾട്ടായിട്ടുള്ളൊരു ഫോണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൽ 2 ഫോണ്ടുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നിങ്ങൾക്ക് ഫോണ്ട് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അസറ്റ് മാനേജറിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇവിടെ അപ്ലോഡ് അസറ്റിൽ പോകാം. നമുക്ക് ഒരുപാട് ഫോണ്ടുകൾ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സൈറ്റുകളുണ്ട്. അതിൽ പോയിട്ട് .tf ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നേരെ ഇതിൽ അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ കാണിക്കും ഏതൊക്കെ ഫോണ്ടുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. .tf ഫയലുകൾ കാണിക്കും ഇവിടെ. നമുക്ക് എന്ത് ചെയ്യാം, ആ ഫോണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോണ്ടിലേക്ക് ഇത് മാറും. ഓക്കെ, അപ്പോൾ പേര് കൊടുത്തു. ഇനി ഒരു സ്പേസും കൂടി കൊടുക്കാം, ഒരു സ്പേസും കൂടി കൊടുക്കാം. ഓക്കെ, ഇനി എന്താണ് കൊടുക്കേണ്ടത്, ഒരു ഐക്കൺ, ഒരു ഷെയറിൻ്റെ ഒരു ഐക്കണും കൂടി അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നേരത്തെ ചെയ്ത പോലെ ഒരു ബട്ടണും കൂടി ആഡ് ചെയ്യാം. പിന്നെന്ത് ചെയ്യുക, ഇവിടുത്തെ ഐക്കണ് ഈ ഷെയർ ബട്ടൺ, ഷെയർ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ഷെയറിന് എന്താ, ഷെയർ എന്ന് അടിച്ചിട്ടാണെങ്കിൽ ഈ ഐക്കൺ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ കൊടുക്കുക, ടെക്സ്റ്റിൽ ഷെയർ എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ മെറ്റീരിയൽ ഐക്കൺ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നന്നാക്കുക. പിന്നെ പിന്നെ ഇതിൻ്റെ ഫോണ്ട് സൈസ് 24. ആദ്യത്തെ അതേ ബട്ടണിൻ്റെ അതേ പ്രോപ്പർട്ടീസ് ഇതിനും അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇവിടെ സ്പേസ് ഉണ്ട്, എന്ത് ചെയ്യുക, എല്ലാം ഫിൽ പാരൻ്റ് കൊടുക്കുക. ഈ 2 സ്പേസും ഫിൽ പാരൻ്റ് കൊടുക്കുകയാണെങ്കിൽ ഷോപ്പിൽ നിന്നുള്ള ഒരു സെൻട്രലായിട്ട് കിട്ടും. 2 ഐക്കണും 2 തലക്ക് 2 സൈഡിലോട്ട് മാറിയിട്ട് ഷോപ്പിൽ നല്ല സെൻട്രലൊക്കെ വരും. അപ്പോൾ നമുക്കൊരു ടൈറ്റിൽ ബാർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാർഡ് വ്യൂ, ഒരു ബാനറായിട്ടുള്ള കാണിക്കണം. അപ്പോൾ അതിന് മുന്നേ ഒരു സ്പേസും കൂടി കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടായിക്കോട്ടെ. ഇതിൻ്റെ സെൻറ്റർ, വെർട്ടിക്കൽ സെൻറ്റർ കൊടുക്കാം. സോറി, ഇത് സെൻറ്റർ എടുത്തിട്ട് വെർട്ടിക്കൽ എന്ത് ചെയ്യാം, ടോപ്പിൽ തന്നെ കൊടുക്കാം. ഓക്കെ, എന്നാലേ ഇവിടെ സെൻറ്ററിൽ വരുള്ളൂ. അപ്പോൾ ഇതിനൊരു ഹൈറ്റ്, സ്പേസിൻ്റെ ഹൈറ്റ് ഒരു 2% കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ്, ബാനർ വ്യൂ ആണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു ബാനർ വ്യൂ ഒരു എഡ്ജിലൊക്കെ ഒരു കർവ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാർഡ് വ്യൂസ് യൂസ് ചെയ്യുന്നത്. അറേഞ്ച്മെൻറ്റുകൾ യൂസ് ചെയ്തിട്ട് കാര്യമില്ല, കാരണം അവിടെ നമുക്ക് ഒരു കർവ് എഡ്ജ് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് കാർഡ് വ്യൂ ഡ്രാഗ് ചെയ്തിട്ട്. ഇതിൻ്റെ വിഡ്ത്തൊക്കെ എന്ത് ചെയ്യാം, ഫിൽ പാരൻ്റ് ആക്കി കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ ഇനി റേഡിയസ് ഒരു നമുക്കൊരു കർവ് കിട്ടാൻ വേണ്ടിയിട്ടൊരു 15 കൊടുക്കുക, അല്ലെങ്കിൽ 15 or 10. ഓക്കെ, 10 കൊടുത്താൽ മതി, അധികം കർവ് കൊടുക്കണ്ട. ഓക്കെ, ഇനി എലവേഷൻ ഉള്ളത് എന്താണ്, അതിൻ്റെ ഷാഡോ ആണ്. ഇവിടെ ഒരു ഷാഡോ കാണിക്കുന്നുണ്ട്, അതാണ്. അതിന് 0 കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിന് ഷാഡോ ഉണ്ടാവില്ല, കണ്ടോ. അപ്പോൾ ഷാഡോ നമുക്ക് വേണമെന്നില്ല, നമുക്ക് അങ്ങനെ കൊടുക്കാം. ഇനി എന്ത് ചെയ്യണം, നമുക്കിതേക്ക് ഇമേജ് ഒരു ഇമേജായിട്ട് കൊണ്ടുവരണം. അപ്പോൾ എന്ത് ചെയ്യുക, ഈ കാർഡിൽ ഡയറക്റ്റായിട്ട് ഇമേജ് കൊടുക്കാനുള്ള ഓപ്ഷൻ എന്തില്ല, നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ അതിലേക്ക് ഇമേജ് കമ്പോണൻറ്റ് ഡ്രാഗ് ചെയ്തിട്ട് അതിനെ ഇമേജ് ആക്കാം, അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ്, ഏത് അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇതിനെ ഇമേജ് ആക്കാം. ഇവിടെ ഇമേജ് എന്നുള്ള ഓപ്ഷൻ കാണും, അതിൽ ഏത് ഇമേജാണ് അപ്ലോഡ് ചെയ്തത് ആ ഇമേജ് എന്താക്കാം നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത് എന്താണ് ഇപ്പോൾ ഒരു ഓക്കെ, ഞാൻ വേറെ ഏതെങ്കിലും ഒരു ഇമേജ് കൊടുക്കാം. ഓക്കെ, ഞാൻ വെറുതെ ജസ്റ്റ് ഒരു കാണിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള ഏത് ഐക്കൺ നിങ്ങൾക്കൊരു ഓഫറിൻ്റെ ഐക്കണൊക്കെ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു ജസ്റ്റ് ഒരു ബാനറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്തതാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ബാനർ ആയിട്ടുണ്ട്. ഇനി ഒരു സ്പേസും കൂടി കൊടുക്കുക.
അതിനും ഹൈറ്റ് എത്ര കൊടുക്കാം? 2% കൊടുക്കാം. ഇനി എന്താണ് നമുക്ക് കൊടുക്കേണ്ടത്? ഇവിടെ കാറ്റഗറികളാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കാറ്റഗറി എന്ന് ഇവിടെ പേര് വേണമെന്നില്ല, ഞാൻ കൊടുക്കണില്ല. നമുക്ക് കാറ്റഗറീൻ്റെ ഒരുപാട് കാർഡുകൾ വരും. കാറ്റഗറി എന്നുള്ള 1, 2 എന്നല്ല ഉണ്ടാവുക, ഒരുപാട് കാറ്റഗറീസ് വരും. അപ്പോൾ അതൊക്കെ ഒരു കാർഡുകളായിട്ട് ഒരു ഗ്രിഡ് വ്യൂ, നമുക്ക് ലിസ്റ്റ് വ്യൂ എന്നുള്ള ലിസ്റ്റ് എന്നുള്ള 2 വേസിൽ വരുന്നുണ്ട്. ഒന്ന് ഗ്രിഡ് വ്യൂ ആയിട്ട് വരുന്നുണ്ട്, ഒന്ന് ഡയറക്റ്റ് ലിസ്റ്റ് വ്യൂ ആയിട്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് ഈ കാർഡ് വ്യൂ, ഗ്രിഡ് വ്യൂ പറയുന്നുണ്ട്, ഇതൊരു ലിസ്റ്റ് വ്യൂ ആണ്. കാരണം ഒരു വെർട്ടിക്കലായിട്ട് ഇങ്ങനെ ഡയറക്റ്റ് ഒരു എലമെൻറ്റ് മാത്രം, ഒരു വരി റോയിൽ ഒരു എലമെൻറ്റ് മാത്രം കാണുള്ളൂ. പക്ഷേ ഈ ഗ്രിഡ് വ്യൂ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു റോയിൽ തന്നെ ഒരുപാട് എന്ത് കാണും? എലമെൻറ്റ് കാണും. അതിനാണ് ഗ്രിഡ് വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്നെ അത് 2 എലമെൻറ്റ്സ് ഉള്ള ഒരു ഗ്രിഡ് വ്യൂ ആണ്. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ കാറ്റഗറി ഉണ്ടാക്കുന്നത്. അപ്പോൾ കാറ്റഗറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വെർട്ടിക്കൽ സ്ക്രോൾ അറേഞ്ച്മെൻറ്റ് കൊടുക്കാം. കാരണം ഒരുപാട് കാറ്റഗറീസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ക്രോൾ ചെയ്തിട്ട് എല്ലാം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ക്രോൾ അറേഞ്ച്മെൻറ്റ് കൊടുക്കുന്നത്. ഫിൽ പാരൻ്റാക്കി കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് ആ കാർഡ് വ്യൂ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം ജസ്റ്റ്. ഓക്കെ, ഞാനിപ്പോൾ സ്റ്റാറ്റിക് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാറ്റിക്കും ഉണ്ട്, ഡൈനാമിക്കും ഉണ്ട്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതിലുണ്ടാക്കിയത് ഗ്രിഡ് വ്യൂ വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കാരണം ഒന്ന് അപ്പുറത്തും 2 സൈഡിലായിട്ടാണ് കാർഡ്സുകൾ വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് വരണം? നമുക്ക് ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്യണം. എന്നാൽ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് എന്തെങ്കിലും ഉള്ളൂ കാർഡ്സുകൾ വരുള്ളൂ. ഓക്കെ, അതിന് എന്ത് ചെയ്യാം? ഫിൽ പാരൻ്റ് കൊടുക്കുക, സെൻറ്റർ ആക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഒരു കാർഡ് വ്യൂ അതിലേക്ക് ആ ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റിലേക്ക് ഡ്രാഗ് ചെയ്തിടുക. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് റേഡിയസ് ഒരു 5 ഇഷ്ടമുള്ള പോലെ ആക്കാം. പിന്നെ ഓക്കെ, ബാക്കിയുള്ളതൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് വിഡ്ത്ത് ഓട്ടോമാറ്റിക് ഇടുന്നുണ്ട്. ഓക്കെ, നമുക്ക് പിന്നീട് മാറ്റാം. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഒരു ഐക്കൺ കൊടുക്കണം, കാറ്റഗറീൻ്റെ ഒരു ഐക്കൺ. ഏത് കാറ്റഗറിനൊക്കെ ഒരു ഐക്കൺ ഉണ്ടാവും, പിന്നെ കാറ്റഗറീൻ്റെ പേരും ഉണ്ടാവും. അപ്പോൾ ഐക്കൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നിൽ ഇമേജ് യൂസ് ചെയ്യാം, ഇമേജ് കമ്പൗണ്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഒറിജിനൽ ഏത് അറേഞ്ച്മെൻറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്യുകയാണ്. ഓക്കെ, ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ എന്താ ചെയ്യണം? കാർഡ് വ്യൂവിൻ്റെ പ്രോപ്പർട്ടീസിൽ നമുക്ക് ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് സെൻറ്റർ കൊടുക്കാം, വെർട്ടിക്കലായിട്ടുള്ള സെൻറ്റർ കൊടുക്കാം. അപ്പോൾ എന്തായിട്ട് വരും? ഈ കാർഡ് വ്യൂസിനുള്ളിൽ കൊടുത്തിട്ടുള്ള എല്ലാ കമ്പോണൻറ്റും കൊടുക്കുന്ന എല്ലാ കമ്പോണൻറ്റും സെൻട്രലായിട്ട് വരും. 2 സെൻട്രലായിട്ട് വരും, ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന് ഹൈറ്റും എടുത്തൊന്ന് സ്പെസിഫൈ ചെയ്യാം. ഹൈറ്റ് ഒരു 50 പിക്സൽ കൊടുക്കാം. പിക്സലും നമുക്ക് സ്പെസിഫൈ ചെയ്യാം, അതേപോലെ പെർസെൻറ്റേജിൽ കൊടുക്കാം. അപ്പോൾ പെർസെൻറ്റേജിൽ പിക്സൽ കൊടുക്കുകയാണെങ്കിൽ 50 px എന്ന് എന്ത് ചെയ്യണം? ടൈപ്പ് ചെയ്യണം. മറ്റേ പെർസെൻറ്റേജിന് കൊടുത്താൽ മതി. ഓക്കെ, ഒരു 50 pxനുള്ള ഇമേജ്. ഇനി ഇവിടെ ഇമേജ് എന്ത് ചെയ്യണം? നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ഒരു ഷർട്ടിൻ്റെ ഇമേജ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കൊടുക്കാം. ഓക്കെ, ഷർട്ട് എന്ന് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ഇതിൻ്റെ പേര് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് കൊടുക്കട്ടെ, ഐക്കണിൻ്റെ പേരിൻ്റെ ഇടയിൽ ഒക്കെ ഒരു ഹൈറ്റ് ഒരു 2% കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ആ കാറ്റഗറീൻ്റെ പേര് കൊടുക്കണം. ഓക്കെ, കാറ്റഗറിക്ക് എന്ത് പേരാണ് കൊടുക്കാം? ഷർട്ട് എന്ന് കൊടുക്കാം, ഷർട്ട്സ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഷർട്ട് എന്നുള്ള നമുക്കൊരു ഇതിൻ്റെ ഫോണ്ട് ഒന്ന് ബോൾഡ് ചെയ്യാം. അതേപോലെ ഇതിൻ്റെ ഫോണ്ട് മാറ്റം നമുക്ക് നേരത്തെ ഓപ്പുണ്ട് ബോൾഡിലേക്ക് കൊടുക്കാം. ഓക്കെ, ഫോണ്ട് സൈസും വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. 16 കൊടുക്കാം. 16 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതെല്ലാം കൊടുത്തു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ഈ കാർഡ് വ്യൂവിൻ്റെ സൈസ് ഫിൽ പാരൻ്റ് ആക്കാം. ഫിൽ പാരൻ്റ് എന്തിനാക്കി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിവിടെ 2 കാർഡ് വ്യൂസാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു കാർഡ് വ്യൂ ഞാനിവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്നാണ്, റൈറ്റ് ക്ലിക്ക് കൊടുത്താൽ ആ ഏത് കമ്പോണൻറ്റിൻ്റെ മുകളിലും റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ടാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നിൽ കോപ്പി അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് അപ്പുറത്ത് എന്ത് ചെയ്യാം? ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതേപോലത്തെ ഞാൻ കാർഡ് വ്യൂ ആണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തത്. അപ്പോൾ അതേപോലത്തെ കാർഡ് വ്യൂ എന്ത് ചെയ്തേ? അപ്പുറത്തും ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ 2
കാർഡ്സുകൾ ഒറ്റ റോയിൽ വന്ന് അതിനാണ് ഗ്രിഡ് വ്യൂ എന്ന് പറയാം. നമുക്കിതിൻ്റെ ഐക്കൺ ഒന്ന് മാറ്റാം. ഐക്കൺ എന്ത് ചെയ്യാം, സ്നിക്കേഴ്സ് എന്നിടാം. ഓക്കെ, ഇതിൻ്റെ പേര് ഷർട്ട് എന്നുള്ള ഷൂസ് നോക്കാം. ഓക്കെ, അപ്പോൾ 2 ഐക്കൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളൊരു ബേസിക്കൽ. നമുക്ക് ഒരുപാട് കാറ്റഗറീസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിപ്പോൾ ഒരു നമ്മൾ സ്റ്റാറ്റിക്കായിട്ട് ഉണ്ടാക്കിയ കാർഡ് വ്യൂസാണ്. നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് കാർഡ് വ്യൂ ഡ്രാഗ് ചെയ്തിട്ടു, അതേപോലെ ഐക്കൺ ഡ്രാഗ് ചെയ്തിട്ടു. അപ്പോൾ നമ്മളിത് സ്റ്റാറ്റിക്കായിട്ട് നമ്മളിത് ഈ ആപ്പ് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കിത് മാറ്റാൻ പറ്റില്ല. നമുക്ക് പുതിയതായിട്ടൊരു കാറ്റഗറി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആപ്പിന് അപ്ഡേറ്റ് കൊടുക്കേണ്ടി വരും. കോഡുലാറിൽ വെച്ചിട്ട് അപ്ഡേറ്റ് കൊടുക്കേണ്ടി വരും. ഇത് നമുക്ക് ഡൈനാമിക്കായിട്ട് നമുക്ക് ഓരോ ടൈമിലും ഓരോ കാറ്റഗറീസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഡൈനാമിക് മെത്തേഡ്. ഡൈനാമിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പോണൻറ്റുകൾ എന്ത് ചെയ്യേണ്ട, ഇവിടെ നമുക്ക് ഡിസൈനറിൽ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ബ്ലോക്ക് വഴിയാണ് ചെയ്യുന്നത്. ബ്ലോക്ക് വഴി ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ലിസ്റ്റിൽ ഇപ്പോൾ ഒരു കാറ്റഗറീൻ്റെ പേരുള്ള ലിസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഷർട്ട് ഷൂസ് എന്നുള്ളത് കാറ്റഗറീൻ്റെ പേരാണ്. ഇപ്പോൾ ആ ലിസ്റ്റിൽ 2 പേരുണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ ആ ലിസ്റ്റിൽ ഇപ്പോൾ കാറ്റഗറീൻ്റെ പേര് ഒരു ഡാറ്റാ ബേസിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ സേവ് ചെയ്ത് വെച്ച ഡാറ്റാ ബേസിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയതായിട്ട് കാറ്റഗറി ആഡ് ചെയ്യുമ്പോൾ ഡാറ്റാ ബേസിൽ അപ്ഡേറ്റ് ആവുമല്ലോ. അപ്പം കാറ്റഗറീൻ്റെ പേര് കൂടും. ആ പേര് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, നമ്മൾ കോഡുലാറിലേക്ക് എന്ത് ചെയ്യും, ഡാറ്റ റീട്രൈവ് ചെയ്യുള്ളൂ. കാറ്റഗറീൻ്റെ പേരും അതിൻ്റെ ഐക്കണൊക്കെ. അപ്പോൾ അതിങ്ങനെ ഓരോ സമയം എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, റിസീവ് ചെയ്യുന്ന റീട്രൈവ് ചെയ്യുന്ന കാറ്റഗറിയുടെ പേരനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് അത്രയും തവണ എന്ത് ചെയ്യാം, നമുക്ക് കാർഡ് വ്യൂസ് ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ഡാറ്റാ ബേസിൽ അപ്ഡേറ്റ് കൊടുത്താൽ മതി. അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആപ്പിൽ എന്ത് ചെയ്യും, കാർഡുകൾ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതൊന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഡൈനാമിക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ അധികം ലോങ് ആവുന്നു. അടുത്തൊരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒരു UI പാർട്ട് എന്നുള്ളൊരു രൂപത്തിൽ ഈ വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ ഡൈനാമിക്കായിട്ട് എന്ത് ചെയ്യാം, ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം, ഗ്രിഡ് വ്യൂ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കാം.